പെട്ടിയും പൊക്കണവും ഒക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുവാണ് കേട്ടോ. എങ്ങോട്ടാണെന്ന് പറയട്ടെ? ഹായ്, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എനിക്ക് നല്ല പോലെ ജലദോഷം, ചുമയും പനിയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സൗണ്ട് നല്ലപോലെ അടച്ചിട്ടുണ്ട്. ഞാൻ തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പാറയിലൊരുന്ന പോലെയും കുരവള്ളിക്ക് പിടിച്ചിരിക്കുന്ന പോലെയും പലതും തോന്നാം. എന്നാലും ആദ്യമേ ഒരു ഡിസ്ക്ലൈമർ ഇരിക്കട്ടെ. അങ്ങനെ വെക്കേഷനിൽ ഞങ്ങളുടെ രണ്ടാമത്തെ ടൂറിന് വേണ്ടി പുറപ്പെടുവാണ്. ഞങ്ങളുടെ കൂടെ വേറെ ആരുമില്ല. ഞാനും ഉണ്ണിച്ചേട്ടനും അതുപോലെ ആദിക്കുട്ടനും നൈനുക്കുട്ടനും മാത്രമേ ഉള്ളൂ. തനു കുഞ്ഞായതുകൊണ്ട് അവളെ തനിച്ചു കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഒരു 3 ദിവസത്തെ ട്രിപ്പാണ് പോകുന്നത്. ട്രിവാൻഡ്രം കോവളത്ത് സമുദ്ര KTDCയുടെ ബീച്ച് റിസോർട്ടിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരമൊക്കെ ഒന്ന് കറങ്ങി കാണാനുള്ളതൊക്കെ കണ്ടിട്ടങ്ങ് വരാം. ഒരു 3 ദിവസം ഞങ്ങൾ കോട്ടയം വഴിയാണ് പോയത് കേട്ടോ. ഏട്ടൻ്റെ ഒരു കൂട്ടുകാരനും ഫാമിലിയും കൂടിയുണ്ട്. ശരിക്കും ഞങ്ങൾ 3 ഫാമിലീസാണ് കഴിഞ്ഞ വർഷമൊക്കെ ടൂർ പോയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ഫാമിലിക്ക് ഇത്തവണ വരാൻ സാധിച്ചില്ല. അങ്ങനെ വഴിയിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ അങ്ങ് ഞങ്ങളുടെ യാത്ര തുടർന്നു. അവരും ഒരു ഭാഗത്തുനിന്ന് അവരും യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ കാന്താരികൾ രണ്ടും ബാക്ക് സീറ്റിൽ നല്ല കെട്ടിപ്പിടിച്ച് ഉറക്കമായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ എണീറ്റ് പാട്ടൊക്കെ മാറ്റി കുറച്ചുകൂടെ വൈബൊക്കെ ആക്കി ഞങ്ങളുടെ യാത്ര തുടർന്നു. ആദ്യക്കുട്ടിക്ക് തുടക്കത്തിൽ ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ടായി. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അവൾ മൊത്തം ഛർദ്ദിച്ചു. അങ്ങനെ മൊത്തം ക്ഷീണവും വിഷമവും സങ്കടവും ഒക്കെ ആയിട്ട് കുറച്ച് നേരം മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ പാട്ടൊക്കെ മാറ്റി നമ്മുടെ ട്രാക്ക് അങ്ങ് മാറ്റി പിടിച്ചപ്പോൾ നമ്മുടെ ഡബ്സിയുടെയും സുഷിൻ്റെയൊക്കെ സോങ്സൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് വന്നപ്പോൾ പിള്ളേർ വേറെ ലെവലായി. അങ്ങനെ കോട്ടയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ അങ്ങോട്ട് എല്ലായിടത്തും നല്ല പോലെ മഴയായിരുന്നു കേട്ടോ. നല്ല മഴക്കാറുമായിരുന്നു. ഇന്നൊരു മഴ ദിവസമാവുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ എവിടുന്ന് കഴിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അവർ ഞങ്ങളുടെ കൂടെയുള്ള ഫാമിലി അവർ ഏകദേശം കൊട്ടാരക്കരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ വഴിയോരക്കടയിൽ കയറാമെന്ന് പറഞ്ഞ് പ്ലാൻ ഇട്ടു. വഴിയോരക്കട കുറേ മുന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്ത് നടക്കാത്തൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടുന്ന് കഴിക്കണം എന്ന്. ഞങ്ങൾക്ക് മുന്നേ അവരെത്തിയതുകൊണ്ട് അവരൊരു ടേബിൾ റിസർവ് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ തട്ടുകല്ലേ, തുടക്കമല്ലേ, ഞങ്ങൾ അങ്ങ് കയറി അങ്ങ് മേഞ്ഞു. ബോബി ചേട്ടനും വൈഫ് സീനു ടീച്ചറും അതുപോലെ ആരോണും ബെന്നിക്കുട്ടനും അങ്ങനെ ഞങ്ങളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. വഴിയോരക്കടയല്ലേ, നല്ല മത്സ്യവിഭവങ്ങൾ കേമല്ലേ അവിടുത്തെ. എന്നാൽ പോരട്ടെ ഒരു തലക്കറി എന്നൊക്കെ പറഞ്ഞ് തലക്കറിയും വേണ്ടത് ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ പണ്ടാരോ പറഞ്ഞ പോലെ അവിയൽ വന്നു, കാളൻ വന്നു, ഓലൻ വന്നു, ചോറ് വന്നു, പിന്നെന്താ നമ്മുടെ അച്ചാറുകൾ, ചമ്മന്തികൾ, അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നേ. ഓരോന്നോരോന്നായിട്ട് ഇലയിൽ ഇങ്ങനെ വന്ന് വീഴാൻ തുടങ്ങി. എനിക്ക് സത്യം പറഞ്ഞാൽ കൊതി വരുന്നുണ്ടായിരുന്നു. 2 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കും നല്ല വിശന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ട് എന്നെ കഴിക്കുന്നുള്ളത് ഉറപ്പാണ്. ആദ്യക്കുട്ടനൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഛർദ്ദിച്ച് പോയി വയറൊക്കെ കാലിയാക്കി വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ ചോറ് വിളമ്പി അതിൻ്റെ കൂടെ തന്നെ കപ്പപ്പുഴുക്കും ഉണ്ടായിരുന്നു കേട്ടോ. കപ്പപ്പുഴുക്കും സൈഡിൽ വിളമ്പി തന്നു. പിന്നെ ഒഴിച്ചു കൂട്ടാൻ നമ്മുടെ പരിപ്പ് കറി ഉണ്ടായിരുന്നു. പരിപ്പ് കറി, സാമ്പാർ, മോരുകറി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ആഗ്രഹത്തോടെ നമ്മുടെ മീൻതലയില്ലേ, മീൻതല കറി വെച്ചത് അത് വാങ്ങിച്ചു. പിന്നെ കുട്ടികളൊക്കെ കൂടെ പറഞ്ഞ് ഞണ്ട്, ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു. മീൻതല വന്നതും ആവേശത്തോടെയാണ് കോരി ഒഴിച്ചതൊക്കെ. പക്ഷേ എനിക്കതിൽ പുളിയും ഉപ്പും, എനിക്ക് നല്ല ടീച്ചറും അത് തന്നെയാണ് പറഞ്ഞത്, ഉപ്പൊക്കെ വളരെ കുറവായിട്ടാണ് തോന്നിയത്. ആദ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഇമ്പ്രഷൻ കിട്ടിയില്ലെങ്കിൽ അത് പോയില്ലേ. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും ബാക്കിയെല്ലാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞണ്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു. മീനും നല്ല ഫ്രഷായിരുന്നു. അങ്ങനെ കണ്ടോ എന്ത് തിരക്കാ നോക്കി. ആ കടയിലേക്കുള്ള പാർക്കിംഗാണ് ഈ കാണുന്നത്. ഈ 2 റോഡ് സൈഡിലും ഒരു ബിവറേജിൻ്റെ മുന്നിൽ ക്യൂ നിൽക്കുന്ന പോലെ കാറ് നിന്നുകൊണ്ടിരുന്നത്. കഴിച്ച് പിന്നെ ഞങ്ങളിതാ 1ഉം 2ഉം വണ്ടികളായിട്ട് തിരിഞ്ഞു. ഞങ്ങൾ മുന്നിലും അവർ പിന്നിലുമായിട്ട് തുടർന്നു തിരുവനന്തപുരത്തേക്കുള്ള പോക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫാമിലിയും കൂടെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ 3 റൂമായിരുന്നു അവിടെ റിസോർട്ടിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഗീതേട്ടനും ഫാമിലിയും, സംഗീതേട്ടനും രേഷ്മയും അതുപോലെ തന്നെ 2 കുഞ്ഞുങ്ങളും, ഇഷിയും നവിയും. അവരെ കണ്ടുകൊണ്ടാണ് നൈനുക്കുട്ടിയൊക്കെ മുന്നിൽ ഇറങ്ങി തിരിച്ച്. അവരില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കുറേ മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ. ഇഷി നവിയും ട്വിൻസാണ്. ഇവരുടെ അതേ പ്രായം തന്നെയാണ്. എല്ലാവരും കൂടെ കൂടുമ്പോഴാണ് ഭയങ്കര രസം. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്ന് ഏകദേശം തിരുവനന്തപുരം ജില്ലയിലേക്ക് ഞങ്ങൾ കയറി.
ഇവിടെ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് കേട്ടോ, ഒരുപാട് ഫ്രണ്ട്സുണ്ട്. അതിൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്റ്റ് ചെയ്യുന്ന എൻ്റെ ഒരു ചങ്കത്തിയുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അവളുടെ നമ്പർ മിസ്സായിപ്പോയി. അവളുടെ ഹസ്ബൻഡ് ഇൻഫോസിസിലാണ് വർക്ക് ചെയ്യുന്നതെന്നും അറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ, ആ നമ്പർ മിസ്സായതുകൊണ്ട് എനിക്ക് കോൺടാക്റ്റ് ചെയ്യാനും പറ്റിയില്ല. ഇനി ഇതെല്ലാം ഇട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് അവൾ ഈ വീഡിയോ കാണുന്നൊരു സാഹചര്യം വന്നാൽ ഉറപ്പായിട്ട് എനിക്ക് തെറിവിളി പ്രതീക്ഷിക്കാം. ഷെറിനെ സോറിഡി. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങളിതാ ഒടുക്കം സമുദ്രയുടെ ഗേറ്റിലെത്തി കേട്ടോ. പിന്നെ ഗേറ്റിലെത്തിയ എൻ്റെ പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞാൽ മുൻകൂറായി ചാടി ഇറങ്ങിപ്പോയി വീഡിയോ എടുക്കലാണ്. അങ്ങനെ ഞാൻ വീണ്ടും ചാടി ഇറങ്ങി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചാടി ഇറങ്ങിയതാണ്. പക്ഷേ എന്നെ ഉപേക്ഷിച്ച് പോയ പോലെയാണ് ഏട്ടൻ വണ്ടി എടുത്തുകൊണ്ട് ഒരൊറ്റ പോക്ക് പോയത്. ഞാൻ ആ കയറ്റം കയറി എത്തുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അതൊരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. കയറി അങ്ങ് എത്തിയപ്പോഴേക്കും ഞാൻ പട്ടി കിതയ്ക്കുന്ന പോലെയാണ് കിതച്ചേ. KTDCയുടെ സമുദ്ര ബീച്ച് റിസോർട്ടാണ് ബുക്ക് ചെയ്തേക്കുന്നതെന്ന് ഏട്ടൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. പിന്നെ എനിക്ക് ബോധ്യമായി. പിന്നെ ഈ KTDCയുടെ ഈ പ്രോപ്പർട്ടി ആണെങ്കിൽ അത് ഇച്ചിരി ലക്ഷറിയും കൂടിയാണ്. അന്നേരം എനിക്കൊരു ഡൗട്ട് അതുകൊണ്ടാണ് വന്നത്. പിന്നെ കാണുന്ന പോലെ തന്നെയായിരുന്നു, അടിപൊളിയായിരുന്നു എൻട്രൻസ്. നമ്മൾ ചെല്ലുന്ന റിസപ്ഷൻ തന്നെ അത്യാവശ്യം വിശാലമായൊരു റിസപ്ഷനായിരുന്നു. പിന്നെ KTDCയുടെ പ്രോപ്പർട്ടീസിനൊക്കെ ഒരു ക്ലാസി ലുക്ക് ഉണ്ടല്ലോ, അത് അവിടെ നല്ല സൂപ്പറായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെളിച്ചവും വായും കാറ്റും ഒക്കെ കയറുന്ന രീതിയിൽ നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ബിൽഡിംഗ് മൊത്തം. ഇതൊരു റിനോവേഷൻ കഴിഞ്ഞ ബിൽഡിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അടുപ്പിച്ച് 3 റൂംസ് ആയിരുന്നു. എന്തായാലും പൊളിയായിരുന്നു. കയറി കണ്ടതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്ക് ബീച്ച് സൈഡിലേക്കൊരു വ്യൂ ഉള്ള രീതിയിലേക്കായിരുന്നു നമ്മുടെ റൂമിൻ്റെ ഒരു പൊസിഷൻ. കണ്ട എൻ്റെ കാന്താരി എപ്പോഴും വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഇങ്ങനെ എന്തേലും ഇടങ്കോലിട്ടുകൊണ്ടിരിക്കും. ആ കാന്താരി ചുമ്മാ ഷോ ഇട്ടിട്ട് പോയതാട്ടോ. ക്ലീനും നീറ്റും ഒക്കെ ആയിട്ട് നല്ല പ്രീമിയം ക്ലാസ് റൂമായിരുന്നു കേട്ടോ കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ബീച്ച് സൈഡ് വ്യൂ ഉണ്ടായിരുന്നു. ഇവർക്കൊരു പ്രൈവറ്റ് ബീച്ച് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് സമുദ്രയിൽ. അങ്ങനെ ബീച്ച് സൈഡ് വ്യൂവും കൂടെ കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതെ, ഈ ഡോർ അങ്ങ് തുറന്ന് കാണുന്നത് ഒരു സ്വർഗം പോലെയായിരുന്നു. കാരണം തെങ്ങും തോപ്പൊക്കെ ആയിട്ട് നല്ലൊരു ലാൻഡ്സ്കേപ്പ്. ഒരു 5 ഏക്കറെങ്കിലും കാണും കേട്ടോ ഈ പ്രോപ്പർട്ടിയുടെ മൊത്തമായിട്ട് കിടക്കുന്ന ഭൂമി KTDCയുടെ. അത്രയ്ക്കും ആ ലാൻഡ്സ്കേപ്പിൽ അത്രയും കണ്ട് നമ്മുടെ തെങ്ങും മരങ്ങളും ഒക്കെ അതുപോലെ അങ്ങ് വെച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് കാണുമ്പോൾ നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന പോലെ ക്യാമറ എങ്ങോട്ട് തിരിച്ചാലും നല്ല ഭംഗിയായിട്ട് കിട്ടുമായിരുന്നു. ഈ റിനോവേഷൻ കഴിഞ്ഞാൽ ഇവരുടെ പ്രീമിയം ബ്ലോക്കിൽ തന്നെ റൂം കിട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ല. എന്നാലും വേക്കൻ്റ് ആയതനുസരിച്ച് ഞങ്ങൾക്ക് അവിടെ തന്നെ കിട്ടി 2 റൂം അടുത്തടുത്ത്. ഞങ്ങൾ അവിടെ ഒരു 4-4:30 ആയപ്പോഴാണ് എത്തിയത് കേട്ടോ. ശരിക്കും അപ്പോഴാണ് ഒരു വിഷമം വന്നത്. കാരണം 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി 2:30 ആകുമ്പോഴേക്ക് എത്തണം എന്നതായിരുന്നു. പക്ഷെ അങ്ങനെ സാധിച്ചില്ല. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു, അതൊക്കെ കാരണം. എന്നാലും വൈകി എത്തിയെങ്കിലും കൂടെ ഒത്തിരി ഇഷ്ടപ്പെട്ടു റൂം കണ്ടിട്ട്. പിള്ളേർ നല്ല ഇഷ്ടത്തിലായിരുന്നു കേട്ടോ. അവർക്ക് പൂളുണ്ട്, പിന്നെന്താ ബീച്ചിൽ കളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ അപ്പം തന്നെ ഡ്രസ്സ് മാറി പൂളിലേക്ക് ചാടാൻ പോകാനുള്ള പെർമിഷൻ ചോദിച്ചുകൊണ്ടുള്ള നിപ്പാണ് ആ കാണുന്നത്. ബാത്റൂമിനോട് ചേർന്നൊരു വാൾഡ്രോബ് ഉണ്ടായിരുന്നു, നമുക്ക് ക്ലോത്തൊക്കെ വെക്കാനും. പിന്നെ ഒരു ചെറിയൊരു ലോക്കർ പോലെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ലോണ്ട്രിയുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ലോണ്ട്രി വാഷ് ചെയ്ത് കിട്ടണമെങ്കിൽ അതിന് വേണ്ട ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാത്റൂമൊക്കെ നല്ല ക്ലാസി ആയിരുന്നു കേട്ടോ. കാണാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് എല്ലാം അവൈലബിൾ ആയിരുന്നു. നമുക്കൊന്നും എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് കുട്ടപ്പിയാക്കിയിട്ട് നമുക്ക് അവരിറക്കി തരും. നമ്മൾ ചെയ്യണം കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല. ആ ട്രാവൽ ചെയ്ത ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടി, ആ വെള്ളം ഒന്ന് കലക്കാൻ വേണ്ടി ഞങ്ങളും അങ്ങോട്ട് ഇറങ്ങി. പൂള് കണ്ട ചാടാത്ത കുട്ടികളുണ്ടോ? അതുപോലെ തന്നെയല്ലേ നമ്മളും, അല്ലേ? പൂളൊക്കെ കിട്ടുന്നത് വർഷത്തിൽ വല്ലപ്പോഴും അല്ലേ? അതങ്ങ് മുതലാക്കണം. അവിടുന്ന് പോരുന്നവരെ മുതലാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബീച്ചിലും ചാടാനുണ്ട്. മഴയൊക്കെ വരുന്നതിൻ്റെ മുന്നേ പിള്ളേരെ കൊണ്ട് ഒന്ന് പൂളിലൊക്കെ ഇറക്കി ഒന്ന് ജോളിയാക്കാം എന്നോർത്ത് 2 വെള്ളത്തിലെടുത്തിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. എങ്ങോട്ട് തിരിച്ചാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയും കേട്ടോ. നന്നായിട്ട് വീഡിയോ എടുക്കാൻ അറിയുന്നവരാണെങ്കിൽ ഉണ്ടല്ലോ, ഈ സ്ഥലമൊക്കെ അവർ ഒത്തിരി അങ്ങ് ഒപ്പിയെടുത്ത് കാണിച്ചു തരും. എനിക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്.
എന്ത് രസമാണ് നോക്കിക്കേ. ആ പുൽത്തകിടും അതുപോലെ തന്നെ ആ മരങ്ങൾ പറഞ്ഞാൽ നമ്മുടെ തെങ്ങ്, അതെല്ലാം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത്, അതിൻ്റെ ഇടയിലിരിക്കുന്ന ആ പാറയൊന്നും ആർട്ടിഫിഷ്യലല്ല, നമ്മൾ കൊണ്ട് വെച്ചതൊന്നുമല്ല, അതൊക്കെ അവിടെ ഇരുന്നിരുന്നത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ ഭംഗിയാണ് കാണുന്നത്. പുൽത്തകിടി വെച്ചിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നോക്കി. ആ അറ്റത്തായിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഈ ബോബി ചേട്ടനും ടീച്ചറും ഒക്കെ മുന്നേ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്, അപ്പോൾ അവർക്ക് ഏകദേശം ഐഡിയ ഒക്കെ ഉണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ കടലിലേക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ളൊരു ഏരിയയാണ് അത് കേട്ടോ. കണ്ടോ, നമ്മുടെ ടൈറ്റാനിക് കപ്പലിൻ്റെ എഡ്ജ് പോലെ അങ്ങ് തുമ്പത്ത് പോയി നിന്ന് കപ്പിൾസൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല റൊമാൻറ്റിക് ആയിട്ട് വീഡിയോയും അതുപോലെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും. എൻ്റെ കൂടെ എൻ്റെ കെട്ടിയവനില്ലായിരുന്നു കേട്ടോ, ടീച്ചറായിരുന്നു അപ്പോൾ കൂടെ. അതുകൊണ്ട് ഒത്തിരി ഷോ ഒന്നും അവിടെ നിന്നിട്ട് ചെയ്തില്ല. പിന്നെ അവിടെ നിന്നുകൊണ്ട് നല്ല പോലെ ആസ്വദിച്ചു. നമുക്ക് അവിടെ കേൾക്കാവുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഈ സമുദ്രത്തിൻ്റെ സൗണ്ട് മാത്രം കേട്ടോ. അതുപോലെ കാറ്റും, മഴ പെയ്യുവാണെങ്കിൽ മഴയും, അതേ ഉള്ളൂ. അല്ലാതെ ഒരു ഡിസ്റ്റർബൻസോ ഒന്നുമില്ല. നല്ല പീസ്ഫുള്ളായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് വരാം. കടൽ ഒരുപാട് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് പിന്നെ എണീറ്റ് പോവില്ല. ആ സൈഡിലൂടെ കാണുന്ന സ്റ്റെപ്സ് നേരെ താഴേക്ക് ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ. അങ്ങ് സൈഡിൽ നിന്ന് എവിടുന്നോ അതിലേക്ക് എൻട്രൻസ് ഉണ്ട്. ഞങ്ങൾക്ക് നേരെ അല്ലാണ്ടെയും പൂളിൻ്റെയൊക്കെ സൈഡിലൂടെ ഡയറക്റ്റ് ബീച്ചിലേക്ക് ഒരു ഗേറ്റും ഉണ്ട്. അതുവഴി ഇറങ്ങി നമുക്ക് ബീച്ചിലേക്ക് എത്താം. ഞങ്ങൾ പിന്നെ നേരെ കുറച്ച് നേരം കൂടെ പൂളിലൊക്കെ ചിലവഴിച്ച്, സമയമുണ്ടല്ലോ, കുട്ടികൾ പൂളിൽ നിന്ന് കയറുന്നില്ലായിരുന്നു, കുറേ നേരം അവരോട് കൂടി പൂളിൽ ചിലവഴിച്ചിട്ടാണ് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങിയത് കേട്ടോ. മഴ ആയതുകൊണ്ട് മൊത്തത്തിൽ ആൾക്കാർ കുറവായിരുന്നു കേട്ടോ. ബീച്ചിലും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും കടലും അതുപോലെ നല്ല പോലെ തിരയടിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ഇറങ്ങാനൊന്നും ഞാൻ കുട്ടികളെ വിട്ടില്ല, എനിക്ക് പേടിയായിരുന്നു. നൈനുക്കുട്ടനാണെങ്കിൽ കൈവിട്ട് ഓടാനുള്ള പാകത്തിനാണ് നിന്നുകൊണ്ടിരുന്നത്. എന്നാൽ അവളെയാണ് ഞാൻ മുറുക്കി പിടിച്ചത്. ആദ്യക്കുട്ടി എന്നെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, ആൾക്ക് ഇച്ചിരി പേടിയൊക്കെയാണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൽ നിന്ന് കയറി നേരെ റൂമിൽ വന്നൊന്ന് ഫ്രഷായി നിന്നിപ്പോൾ പാട്ടൊക്കെ ഇട്ട് പിന്നെ അങ്ങോട്ട് നൈനുക്കുട്ടൻ്റെ ഡാൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ആദ്യവും നൈനും കൂടെ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നപ്പോഴേക്ക് അവർക്ക് ഇത്രയും പരാക്രമമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് വിശക്കാൻ തുടങ്ങി. അന്നത്തെ ഡിന്നർ ഞങ്ങൾ അവിടെ ഹോട്ടലിലെ ബൊഫേ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിക്കാൻ ടൈം ആയാൽ പോവാമെന്നും പറഞ്ഞുകൊണ്ട് ഏട്ടനൊക്കെ വന്നു. അന്നേരം ഞാനൊരു ചെറിയ ചായ എങ്ങിട്ട് കുടിച്ചു. അപ്പോഴേ എനിക്ക് ഈ തൊണ്ടവേദനയും അതുപോലെ ചെറുതായി ചുമയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നോക്കിയപ്പോൾ നമ്മുടെ ചായയുടെ കിറ്റും അതുപോലെ കോഫിയുടെ കിറ്റും ഷുഗറും മിൽക്ക് പൗഡറും ഒക്കെ ഉണ്ടായിരുന്നു. കെറ്റിലിൽ വെള്ളം ചൂടാക്കുക, സാധനങ്ങൾ മിക്സ് ചെയ്യുക, ഇളക്കുക, കലക്കുക, കുടിക്കുക, അത്രേ ഉള്ളൂ പരിപാടി. എന്നാലും ആദ്യമൊക്കെ മടിയായിരുന്നു. ഈ ഒരു ആവശ്യം വന്നപ്പോൾ എടുത്ത് കലക്കി കുടിച്ചു. ഞാനൊരു ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ബൊഫേ കഴിക്കാൻ വേണ്ടി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ അവിടുത്തെ റെസ്റ്റോറൻറ്റ് റിനോവേഷൻ വർക്കിലാണ്. ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിംഗ് ആയിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ ബിൽഡിംഗ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ള റെസ്റ്റോറൻറ്റ് അവിടെ താഴെ, റെസ്റ്റോറൻ്റ് അല്ല, അവരുടെ ഓഡിറ്റോറിയമാണെന്ന് തോന്നുന്നു, അവിടെ താഴേക്ക് ഇച്ചിരി ഒന്ന് നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ പിള്ളേരെയും കൂട്ടി ഞങ്ങളൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ റെഡിയായി താഴേക്ക് ഇറങ്ങി. താഴേക്ക് പോയി ഇച്ചിരി ഒന്ന് നടക്കാനുണ്ട് കേട്ടോ. മഴ ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഴച്ചാറിലൊക്കെ കൊള്ളണ്ടാന്നോർത്ത് പിള്ളേർക്ക് 3-നെയും ഞങ്ങൾ കുടയിലാക്കി അങ്ങ് വിട്ടു. അങ്ങനെ കുട്ടികളും വട്ടികളും കുടയും ഒക്കെ ആയിട്ട് ഒരു ഉത്സവത്തിന് പോകുന്ന പോലെ ഞങ്ങളങ്ങ് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ബൊഫേ കഴിക്കാനാണ് പോകുന്നത്, വയറ് നിറച്ച് കഴിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. വീഡിയോ ഇച്ചിരി ലെങ്തി ആയിപ്പോയി, സൗണ്ട് കൊടുക്കുന്തോറും എൻ്റെ സൗണ്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയപ്പോൾ ബഫേ ആയിരുന്നു, എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇച്ചിരി നേരത്തെയാണ് പോയത് കേട്ടോ, ആളുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. നേരെ ചെന്നതും ബഫേയിൽ ഏതൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്നൊക്കെ നോക്കാൻ വേണ്ടി വീഡിയോ ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് അവരുടെ പെർമിഷനും ചോദിച്ചുകൊണ്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്തു. ഇത്തവണ എന്തായാലും തേക്കടി പോയ പോലെയല്ല, തേക്കടി പോയപ്പോൾ ക്യൂ നിന്നുകൊണ്ടായിരുന്നു ഫുഡ് എടുത്തുകൊണ്ടിരുന്നത്. അതുപോലെയല്ല കേട്ടോ, നല്ല വിശാലമായിട്ട് തന്നെ സാവധാനം എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. തുടക്കത്തിൽ തന്നെ 2 സൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ നമ്മുടെ ദാൽ കറി, പിന്നെ ആലു കൊണ്ടൊരു ഐറ്റം, ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണെന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെ വെജ് മഖാവാലാന്നോ, അതും ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ബട്ടർ പനീർ ഉണ്ടായിരുന്നു, അത് നമുക്ക് പിന്നെ അറിയാം നോർത്ത് ഇന്ത്യൻ തന്നെയാണ്. പിന്നെ വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു.
പ്ലെയിൻ റൈസ് ഉണ്ടായിരുന്നു. പിന്നെ നോൺ വെജിലേക്ക് പോയ ഒരു ചില്ലി ഫിഷ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പെപ്പർ ഫ്രൈ ചിക്കനോ അതും ഉണ്ടായിരുന്നു. അങ്ങനെ ആദിക്കുട്ടിയും നൈനുകുട്ടിയും ഒക്കെ അവർക്ക് വേണ്ടത് തന്നെ ചോദിച്ച് എടുത്ത് കഴിച്ചു കേട്ടോ. ഡെസേർട്ടിലേക്ക് പോയ ഫ്രൂട്ട് സാലഡ് ഉണ്ടായിരുന്നു. അതുപോലെ സാലഡ്സും സൈഡിലുണ്ടായിരുന്നു. ജ്യൂസ്, സാലഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കഴിക്കാൻ എവിടെ നിന്ന് തുടങ്ങണം എന്നോർത്ത് നടക്കുമ്പോൾ സൂപ്പിൽ നിന്ന് തുടങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ഒരു സൂപ്പ് എടുത്ത് ഞാനും ഏട്ടനും കഴിക്കാനിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ പതിയെ അവിടെ ഇരുന്ന് കഴിച്ച് ഡെസേർട്ടൊക്കെ കഴിച്ച് സാവധാനം ഞങ്ങൾ എല്ലാവരും കൂടെ പതുക്കെ നടന്ന് ഞങ്ങളുടെ റൂമിലേക്ക് തിരിച്ചെത്തി. പിന്നെ അങ്ങോട്ട് മഴ തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് രാത്രി നല്ല മഴ പെയ്തു. ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ട് ഏട്ടന് നല്ല ക്ഷീണമായിരുന്നു. ഏട്ടനും വാവിയും നൈനുകുട്ടിയും ആദ്യമേ കിടന്നുറങ്ങി. ഞാൻ മഴ കണ്ടപ്പോൾ ഒന്ന് പുറത്തോട്ടിറങ്ങി സുഖമായിട്ടിരിക്കാമല്ലോ എന്ന് ഓർത്തപ്പോൾ എന്നെ തെരഞ്ഞൊരു കള്ളി എൻ്റെ പിന്നിൽ വന്നു കേട്ടോ. പിന്നെ അവളും ഞാനും കൂടെ കുറേ നേരം കുടയൊക്കെ പിടിച്ച് കുറേ ദൂരം നടന്നൊക്കെ വന്നു. നല്ല രസമായിരുന്നു മഴയത്ത് അങ്ങനെ നടക്കാൻ. എനിവേ, വിശേഷങ്ങളൊന്നും തീർന്നിട്ടില്ല. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. ബായ്.